ലോർഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനും മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനയെ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മറികടക്കാനാകാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ പലരും ഒളിച്ചോടി പോകാറുണ്ട്. പലരും ജീവിതം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കാറുണ്ട്. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് അതുമായി ബന്ധപ്പെട്ടൊരു ആലോചന കൈമാറുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗമാണ്. ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നു: പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ്. പെരുവെള്ളങ്ങൾ കവിഞ്ഞു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ അടുക്കലോളം എത്താതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു വലിയ കരം നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പെരുവെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളമല്ല, അസാധാരണമായി ഒഴുക്കിക്കൊണ്ടുപോകുന്ന വലിയ ഒഴുക്കാണ്, അല്ലെങ്കിൽ വലിയ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയണം. അതുപോലെ പെരുവെള്ളമാണ്. നമുക്ക് നിൽക്കാൻ കഴിയാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ കാലടികളെ ഇളക്കിക്കളയുന്നത് പോലെ നമുക്ക് ഒരു സ്റ്റാൻഡായി നിൽക്കാൻ കഴിയാതെ വണ്ണം നമ്മെ ഇളക്കിക്കളയുന്നത് പോലെയുള്ള വെള്ളത്തെയാണ് പെരുവെള്ളം എന്ന് പറയുന്നത്. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് പെരുവെള്ളം കവിഞ്ഞു വരുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ, പെരുവെള്ളങ്ങൾ കവിഞ്ഞു വന്ന് ജീവിതം വഴിമുട്ടി മുൻപോട്ട് പോകാൻ കഴിയാതെ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് തകർന്നു നിൽക്കുന്ന അവസ്ഥകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ കർത്താവിനെ കണ്ടെത്തിയ ഓരോ ഭക്തനെ കുറിച്ച് പറയുകയാ. അവൻ പെരുവെള്ളം കവിഞ്ഞു വന്നാലും അത് നമ്മുടെ അടുക്കൽ എത്താതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു നിർത്തുന്ന നമ്മുടെ പരിചയായ ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ ബാലന്മാരെ ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ നിയമപ്രകാരം അവരുടെ പേരുകൾ മാറ്റി, വസ്ത്രം മാറ്റി, ഭക്ഷണശൈലി മാറ്റി, എല്ലാം മാറ്റിയിട്ടും അവരുടെ ദൈവത്തെ, അവർ സേവിക്കുന്ന ദൈവത്തെ കൂടെ മാറ്റിമറിക്കാനുള്ള കൽപ്പന വന്നിട്ട് അവർ എടുത്ത തീരുമാനമുണ്ട്: ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഓടി വരുമ്പോൾ സാഹചര്യത്തിനൊത്ത്, നമ്മൾ പഴഞ്ചൊല്ലായി പറയാറുണ്ട്, ഒഴുക്കിനൊത്ത് നീന്തുക എന്ന്. പക്ഷെങ്കിൽ ഇവിടെ കാണുന്നത് ഇസ്രായേൽ ബാലന്മാർ അവർ ഒഴുക്കിനൊത്ത് നീന്തുകയല്ല, ഒഴുക്കിനെതിരെ നീന്തുന്നവരായി മാറുകയാണ്. കാരണം എന്താ? രാജകൽപ്പനയാണ് വന്നിരിക്കുന്നത്. പെരുവെള്ളങ്ങൾ കവിഞ്ഞു വരുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ അവരുടെ നേരെ വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പറയുമ്പോഴും നമ്മുടെ നേരെ പെരുവെള്ളം കവിഞ്ഞു വരുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നാം പറയും, ജീവിതം ഇവിടെ എൻഡിങ് പോയിന്റ് ആണ്, ജീവിതത്തിന് ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇനി എന്ത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു? എല്ലാ ആശകളും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ആ പെരുവെള്ളം കണ്ടിട്ടല്ലേ, ഇന്നലകളിൽ കയറി വന്ന പെരുവെള്ളത്തെ കണ്ടിട്ടല്ലേ നാം ജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞത്? ആ പെരുവെള്ളത്തെ കണ്ടിട്ടല്ലേ ഇനി തലമുറയുടെ ഭാവി എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞത്? ഇനി അവർ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞത്? ആരൊക്കെയോ നമ്മുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞില്ലേ, നിന്റെ കുഞ്ഞുങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല, നിന്റെ വീട് രക്ഷപ്പെടിക്കാൻ പോകുന്നില്ല, നീ നന്നാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പരിശുദ്ധാത്മ തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോഴും അതിൻ്റെ നടുവിലും നമ്മുടെ അടുക്കലോളം അത് എത്താതെ വണ്ണം ഒരു ദൈവത്തിൻ്റെ സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമാക്കുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ യഹൂദൻ ബാലന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളേതേ സാധാരണ നിലയിൽ ഉള്ള ചൂടിലും 7 മടങ്ങ് ചൂട് വർദ്ധിച്ച് ഞങ്ങളെ തീക്കകത്തേക്ക് ഇടാൻ പോവുകയാണ്. ആ തീയുടെ മുൻപിൽ കൊണ്ട് നിൽക്കുമ്പോൾ അവരോട് ചോദ്യം: തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊരു അകൽച്ചയുണ്ടോ? ഇപ്പം തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടെങ്കിൽ ഇപ്പം രക്ഷപ്പെടാം, ഈ തീക്കകത്തേക്ക് വീഴാതെ രക്ഷപ്പെടാം. എന്നാൽ ആ തീയുടെ
ഏറ്റവും ഘോരമായ പ്രതിസന്ധിയുടെ മുൻപിലും അവർ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, അത്രമേൽ തീച്ചൂളമോ സമാനമായ പ്രശ്നത്തിൽ, അത്രമേൽ പെരുവെള്ള സമാനമായ പ്രശ്നത്തിനകത്ത് നാലാമനായി ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അവിടെ. യഹൂദാബാലന്മാരോട് ചോദിച്ചാൽ അവർ പറയും, പ്രതിസന്ധികൾക്കകത്ത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രതികൂലങ്ങൾക്കകത്ത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളുടെ കൂടെ പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടപ്പറപ്പുകൾ കണ്ടില്ലെന്ന് വരാം, അപ്പനും അമ്മയും കണ്ടില്ലെന്ന് വരാം, സഹോദരങ്ങൾ കണ്ടില്ലെന്ന് വരാം, ഇന്നലകളിൽ തോളോട് തോൾ ചേർന്ന് നിന്നവർ കാണുമെന്ന് പറഞ്ഞവർ മാറി നിന്നേക്കാം, കൂട്ടുകാർ മാറി നിന്നേക്കാം. പക്ഷെ സർവശക്തനായ ദൈവം പറയും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഒറ്റയ്ക്കാക്കാതെ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അതെ, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്കൊന്ന് സെൻസ് ചെയ്യാം. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്കൊന്ന് ആ സ്തോത്രം ഒന്ന് റിസീവ് ചെയ്യാം. എന്നെ ഒന്ന് തൊടാൻ, എൻ്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരാൻ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ പെരുവെള്ളം കവിഞ്ഞു വരുന്നത് പോലെ എന്നെ ആ സ്തോത്രം മുക്കിക്കളയുന്ന നിലയിലുള്ള പെരുവെള്ളങ്ങൾ കവിഞ്ഞു വരികയാ. എനിക്ക് കയ്യും കാലും ഇട്ട് നീന്തി രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ ആ പെരുവെള്ളം എന്നെ കവിഞ്ഞു പോകുമോ എന്ന എൻ്റെ ചിന്തകൾ മുഴുവനും. പ്രൈസ് ഗോഡ്. സാധാരണ നിലയിലുള്ള വെള്ളമല്ല, പെരുവെള്ളം. കാലിൻ്റെ സമനിലത്ത് നിൽക്കാതെ വണ്ണം കാലിൻ്റെ ബലത്തെ ക്ഷയിപ്പിച്ച് ആ വെള്ളത്തിനകത്തു വീണുപോകാവുന്ന തരത്തിലുള്ള പ്രതിസന്ധിയായിരിക്കാം ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്നത്. നമുക്കൊരു ചോദ്യമുണ്ട്, നാളെ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇനി എന്തായിത്തീരും എന്നൊരു ചോദ്യത്തിൻ്റെ മുൻപിലായിരിക്കാം നമ്മളിപ്പോൾ. പക്ഷെ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മ പറയുന്നു, അത് താങ്കളുടെ അടുക്കലോളം എത്താതെ വണ്ണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അതേ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ എൻ്റെ അടുക്കലോളം അതെത്തത്തില്ല. കാരണം എൻ്റെ സംരക്ഷകൻ സർവശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നലകളിൽ കവിഞ്ഞൊഴുകി വന്ന വെള്ളപ്രവാഹങ്ങൾ അത് നമ്മെ തകർക്കുമെന്നാണ് വെല്ലുവിളിച്ചത്. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയം നമുക്ക് വേണ്ടിയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട്, എത്ര വലിയ വെള്ളം, എത്ര വലിയ പെരുവെള്ളം വന്നോട്ടെ, അതിൻ്റെ നടുവിലും എൻ്റെ കരത്തെ പിടിക്കുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.